മഹാദേവന്റെ കോപാഗ്നിയിൽ നിന്ന് ജനിച്ച വീരഭദ്രസ്വാമിയും ഒപ്പം ശ്രീഭദ്രകാളിയും ഭൂതഗണങ്ങളുമായി ചേർന്നുകൊണ്ട് ദക്ഷന്റെ യാഗശാല ആക്രമിക്കാനായി പുറപ്പെടുന്നു. അതിഘോരമായിട്ടുള്ള യുദ്ധം ഭഗവാന്റെ ഭൂതഗണങ്ങളും ഒപ്പം ദക്ഷന്റെ സൈന്യവും തമ്മിൽ വെച്ച് നടക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം വീരഭദ്രസ്വാമി തൻ്റെ കയ്യിലുള്ള ആ തിരുവായുധം കൊണ്ട് ദക്ഷന്റെ തലയറുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തിരുവായുധമാണ് ഈ പറഞ്ഞ മുതിരേരി വാൾ എന്നാണ് സങ്കല്പം. അത് സൂക്ഷിച്ചിട്ടുള്ളത് അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂരല്ല, മുതിരേരി ശിവക്ഷേത്രത്തിലാണ്. അന്നേ ദിവസം അവിടുത്തെ മേൽശാന്തിയാണ് കാൽനടയായിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് മുതിരേരിയിൽ നിന്ന് വാള് കൊട്ടിയൂർ എത്തിക്കുന്നത്. രാവിലത്തെ ഭഗവാന്റെ പൂജകൾക്കൊക്കെ ശേഷം ഭഗവാന്റെ ശിവലിംഗം തുളസിയില കൊണ്ട് മൂടി ഈ വാളറയിൽ നിന്ന് വാള് പുറത്തെടുത്ത് ശിവലിംഗത്തിനോട് ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ടുള്ള പൂജകളൊക്കെ ശേഷം മേൽശാന്തി ക്ഷേത്രത്തിൽ കുളിച്ച് ധ്യാനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിന് ആ വെളിപാടുണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ ശിവലിംഗത്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വാൾ എടുത്തുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ്.